കണ്ണൂരിൽ ജീവനൊടുക്കിയ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിനെ രാജസ്ഥാനിലെ മുകേഷ് ടെങ്കിത് അറിയാനിടയില്ല. അനീഷിൻ്റെ മരണവാർത്ത തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതുമ്പോൾ പോലും മുകേഷിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് രണ്ടും നടന്നത്. ജോലിഭാരമാണ്, താങ്ങാനാകുന്നില്ല എന്നാണ് മുകേഷ് അവസാനമായി എഴുതിയത്. ഉറങ്ങാനാകാത്ത വിധം സമ്മർദ്ദത്തിലായിരുന്നു മകനെന്നാണ് അനീഷിൻ്റെ പിതാവ് ആവർത്തിച്ചു പറഞ്ഞത്. ഇരുവരെയും പോലെയുള്ള പല ഉദ്യോഗസ്ഥരും നമുക്കറിയാം. വീടുകൾ കയറി ഇറങ്ങാനും വിവരങ്ങൾ ശേഖരിക്കാനും അവർ നമ്മുടെ പരിസരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. രാജ്യവ്യാപകമായി BLOമാർ പണിമുടക്കിയെങ്കിലും സമരത്തെയോ നഷ്ടപ്പെട്ട 2 ജീവനുകളെയോ കുറിച്ച് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഒരു വനിതാ BLO പറയുന്നത് കേട്ടു. ഉൾപ്രദേശമാണ്, ആളുകൾ കൂലിപ്പണിക്കും തൊഴിലുറപ്പിനും പോകുന്നവരാണ്. വീട്ടിലെത്തുമ്പോൾ ആരും കാണില്ല. 3 മലകളുള്ള പ്രദേശമാണ്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നല്ല ദൂരമുണ്ട്. സ്ഥലത്തിൻ്റെ ഭൗതിക സാഹചര്യം ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ചെയ്തു തീർക്കണമെന്ന് മാത്രമാണ് അവരുടെ മറുപടി. ആളുകളെ കണ്ട് ഫോം കൊടുക്കുന്നതിന് പകരം ഫോം നൽകിയത് രേഖപ്പെടുത്താനാണ് ഇവർ പറയുന്നത്. പലരും സ്ഥലം മാറിപ്പോയരാവും. ഇങ്ങനെ ഫോം നൽകാതെ നൽകിയെന്ന് അടയാളപ്പെടുത്തിയാൽ മറ്റെവിടെയെങ്കിലും ഇവർ ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടാൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ആശങ്കാജനകമാണ് കാര്യങ്ങൾ. മുഴുവൻ ഫോമും വിതരണം ചെയ്തിട്ട് അടുത്ത ദിവസം ഡാറ്റ എൻട്രി ചെയ്യാനാണ് ഇവർ പറയുന്നത്. വിതരണം പോലും തീരാതെ എങ്ങനെയാണത് നടത്തുക? മനുഷ്യരെന്ന പരിഗണന പോലും ലഭിക്കുന്നില്ല. മറ്റൊരാളുടെ പരാതിയാണ്. ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാഴ്ത്തി സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി BLOമാരുടെ ആശങ്കകൾ വ്യക്തമാണ്. കള്ളത്തരം കാണിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും ഭാവിയിൽ ഇത് കുരുക്കാകുമെന്നും അവർ തന്നെ പറയുന്നു. ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, വിളിക്കുമ്പോഴൊക്കെ ഫോണിൽ കിട്ടണം, സസ്പെൻഷൻ അടക്കമുള്ള നിയമ നടപടികൾ ഉണ്ടാകും എന്നൊക്കെയാണ് മുകളിൽ നിന്നുള്ള നിട്ടൂരം. മറുവശത്തുള്ളയാൾക്ക് പറയാനുള്ള അവസരം പേരിന് പോലുമില്ല. നാട്ടിൽ നിന്ന് മാറി ചുമതല ലഭിച്ചിട്ടുണ്ട്. ആ നാട്ടുകാരെയോ വോട്ടർമാരെയോ ഇവർക്കറിയില്ല. 1500-ലേറെ പേരെ നേരിൽ കണ്ട് ഫോം നൽകണം. ഇവരെ കണ്ടുപിടിക്കുക തന്നെ വലിയ ചുമതലയാണ്. 1 മാസം കൊണ്ട് മുഴുവൻ ചുമതലകളും തീർക്കുകയും വേണം. സംസ്ഥാന സർക്കാർ SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോകുമ്പോൾ മുഴുവൻ ഫോമുകളും വിതരണം ചെയ്തെന്ന് കാണിച്ച് പ്രതിരോധിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുന്നവർ പറയുന്നുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷം SIRനെ മുമ്പ് തന്നെ എതിർക്കുന്നത് രാഷ്ട്രീയപരമായി കൂടിയാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാകുമെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലൂടെ നടപ്പാക്കാനാണ് ശ്രമമെന്നും വിമർശനമുണ്ട്. ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ടർമാരുടെ ഘടന പൊളിച്ചെഴുതുന്നതും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിത്തറ തകർക്കുന്നതുമാണിതെന്ന് CPM പറഞ്ഞിരുന്നു. രാഷ്ട്രീയ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും കൂട്ടുപിടിച്ച് സംഘപരിവാർ ഒളിച്ചു കടത്തുമ്പോൾ നാട് തകരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അനീഷുമാർ ആവർത്തിക്കാതിരിക്കാനും.